ഇന്ന് മാർച്ച് 30 ക്ലോസിംഗ് അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് മൺഡേ തന്നെയായിരുന്നു. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ശരിക്കും ഒരു ഹെവി ക്രാഷ് കണ്ട ദിവസമാണ്. സെൻസെക്സ് ഏകദേശം 1600 കൂടുതൽ പോയിന്റ്, ഏതാണ്ട് 2.22% താഴ്ന്ന് 71,947 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 22,331 ക്ലോസ് ചെയ്തു, 2.14% ഡ്രോപ്പ്. ബാങ്ക് നിഫ്റ്റിയും വലിയ പ്രഷറിൽ 50,275 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 6 വർഷത്തിനിടയിലെ വേഴ്സ്റ്റ് മന്ത്ലി പെർഫോമൻസ് ആണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ മാർക്കറ്റ് ക്രാഷിനുള്ള കാരണം നോക്കുകയാണെങ്കിൽ US ഇറാൻ വാർ ടെൻഷൻ തന്നെയാണ്. 5ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ പാനിക് സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള പ്രധാന കാരണം കരയുദ്ധം ആരംഭിക്കും എന്നുള്ള ആ വാർത്തകൾ തന്നെയാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് $115 മുകളിലേക്ക് പെർ ബാരലിന് പോയത് ഒരു വലിയ ഷോക്ക് ആയിട്ടുണ്ട്. FII FPI സെല്ലിംഗ് അഗ്രസീവായിട്ട് തുടരുകയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ മണി വിഡ്രോ ചെയ്യുന്നുണ്ട്. ഏകദേശം 9 ലക്ഷം കോടി വിഡ്രോവൽ റിസ്ട്രിക്ഷൻസ് കാണാൻ കഴിഞ്ഞു. രൂപയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ലോവസ്റ്റ് ലെവലായ 95.2 എന്ന ലെവലിൽ വരെ എത്തുകയുണ്ടായി. ടോപ്പ് സ്റ്റോക്ക് ന്യൂസ് നോക്കുകയാണെങ്കിൽ IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് 1:1 ബോണസ് ഇഷ്യൂസ് എക്സ്ഡേറ്റ് കാരണം ഇൻട്രാഡേയിൽ അപ്രോക്സിമേറ്റ്ലി 11% വരെ സർജ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മെറ്റൽ സ്റ്റോക്ക് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, നാഷണൽ അലുമിനിയം കമ്പനി, വേദാന്ത ലിമിറ്റഡ് ഇവയൊക്കെ അലുമിനിയം പ്രൈസ് 4 ഇയർ ഹൈ ആയതോടെ 6% വരെ റാലി ചെയ്തു. CMPDI ലിസ്റ്റിംഗ് ഡേയിൽ തന്നെ വീക്ക് ആയിട്ട് കാണാൻ കഴിഞ്ഞു. ഏതാണ്ട് 7 മുതൽ 9% വരെ ഫാൾ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ടെക് മഹീന്ദ്ര, കോൾ ഇന്ത്യ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ടോപ്പ് ലൂസേഴ്സ് ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിനാൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ആണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയത്. സിമ്പിൾ ടേക്ക് അവേ നോക്കുകയാണെങ്കിൽ ഇതൊരു പാനിക് ഡ്രിവൺ സെൽ ഓഫ് തന്നെയാണ്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഓയിൽ പ്രൈസിന്റെ ആ ഒരു സ്പൈക്ക്, അതുപോലെ തന്നെ FII സെല്ലിംഗ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മാർക്കറ്റ് ക്രാഷ് തന്നെയാണ് നമ്മൾ കണ്ടത്. ഷോർട്ട് ടൈമിൽ ഒരു വലിയ വോളറ്റിലിറ്റി ഇങ്ങനെ തന്നെ തുടരാൻ സാധ്യതയുണ്ട്. പക്ഷേ ലോങ് ടൈമിൽ ഇൻവെസ്റ്റർമാർക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി സോൺ ആയിട്ട് മാറ്റാൻ കഴിയും. പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു എൻട്രി എടുക്കാനുള്ള ഒരു സോണൊക്കെ ആയിട്ട് വരുന്നുണ്ട്. 22,900 ഇതിനു മുമ്പ് വന്ന ഏറ്റവും വലിയ ഒരു റിജക്ഷൻ പോയിന്റ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു പോയിന്റ് നമുക്ക് കണ്ണുനട്ട് കാത്തിരിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വിശേഷങ്ങൾ. നാളത്തെ മാർക്കറ്റ് ന്യൂസുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. ബൈ.